ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ബിൻസി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കോൺവെർസേഷൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. സ്കൂളിലെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ, അതായത് ക്ലാസ് റൂം ഇൻട്രാക്ഷൻ തന്നെയാണ് നമ്മൾ ഇന്നും എടുക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ദിവസത്തെ ഒരു ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ഗുഡ് മോർണിംഗ് പറയുന്നു, സാറും ഗുഡ് മോർണിംഗ് തിരിച്ചു പറയുന്നു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ടീച്ചർ അവരോട് ചോദിക്കുകയാണ്, കുറേ കുശലാന്വേഷണമൊക്കെ ചോദിച്ചതിന് ശേഷം ടീച്ചർ ചോദിക്കുകയാണ്, ഹാവ് യു ഡൺ ഹോംവർക്ക്. ഹാവ് യു ഡൺ ഹോംവർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തോ എന്നാണ്. സാർ, കുട്ടികൾ പറയുന്നു ഹോംവർക്ക് ചെയ്തു. ടീച്ചർ, പ്ലീസ് ഷോ ഇറ്റ്. പ്ലീസ് ഷോ ഇറ്റ് മീൻസ് അത് കാണിക്കാൻ, ഹോംവർക്ക് എല്ലാവരും എടുത്ത് കാണിക്കാൻ. അപ്പം കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ നിരനിരയായിട്ട് മേശയുടെ ചുറ്റും കൂടുകയാണ്. അപ്പം ടീച്ചർ പറയുകയാണ്, ക്യൂ അപ്പ് മീൻസ്, ക്യൂ അപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ലൈൻ നിൽക്കാൻ. കുട്ടികൾ ക്യൂ നിന്ന് നോട്ട്ബുക്കെല്ലാം മിസ്സിനെ കാണിച്ചു. മിസ്സ് നോട്ട്ബുക്കുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് അവരോട് ഗുഡ് പറഞ്ഞു, അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് ഗോ ടു യുവർ സീറ്റ്സ് എന്ന് പറഞ്ഞു, സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞു. അവർ സീറ്റിലേക്ക് എല്ലാവരും തിരിച്ചുപോയി. മനു, ഹാവിൻറ്റ് യു ഡൺ ഹോംവർക്ക്? ടീച്ചർ മനുവിനോട് ചോദിക്കുക, നീ ഹോംവർക്ക് ചെയ്തില്ലേ എന്ന്. മനു, സോറി സാർ, ഐ ഫോർഗോട്ട് ടു ബ്രിങ് നോട്ട്ബുക്ക്. സാർ, എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ നോട്ട്ബുക്ക് ഇന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. ടീച്ചർ, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നീ ഇതിന് ഒരിക്കലും ആവർത്തിക്കരുത്. എവറി ഡേ യു ഷുഡ് ബ്രിങ് യുവർ നോട്ട്ബുക്ക്. എല്ലാ ദിവസവും നീ നിൻ്റെ നോട്ട്ബുക്ക് കൊണ്ടുവന്നിരിക്കണം. യു ഷുഡ്, നിർബന്ധമായും കൊണ്ടുവന്നിരിക്കണം നോട്ട്ബുക്ക്. ഓക്കെ, സിറ്റ് ഡൗൺ, ഇരുന്നോളൂ എന്ന് പറയുകയാണ്. മനു, ഓക്കെ സാർ. ടീച്ചർ, ഹു ക്യാൻ റെസിറ്റ് എ റൈം ടുഡേ? റെസിറ്റ് എ റൈം എന്ന് പറഞ്ഞാൽ റെസിറ്റേഷൻ എന്ന് പറയില്ല, അതായത് ഒരു പോയം ഇന്ന് ആർക്ക് പാടാൻ പറ്റും. ഇത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഇന്ന് ആർക്കാണ് ഒരു പോയം ചൊല്ലാൻ പറ്റുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒരു UKG ക്ലാസ്സാണ്. അപ്പോൾ ടോണി പറയണം, ഐ ക്യാൻ റെസിറ്റ് സാർ. ടോണി പറയുന്നു, ഐ ക്യാൻ റെസിറ്റ് സാർ, അതായത് ഞാൻ പാടാമെന്ന് പറയുകയാണ്. ടീച്ചർ, വെരി ഗുഡ്, കം ഹിയർ. ടീച്ചറിൻ്റെ അടുത്തേക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, സ്റ്റാർട്ട്, തുടങ്ങിക്കോളാൻ പറഞ്ഞു. ടോണി, ഹിക്കറി ഹിക്കറി ഡോഗ് എന്ന് പറഞ്ഞ ഒരു റൈം, UKGയിലെ റൈമാണ് ടോണി റെസിറ്റ് ചെയ്യുന്നത്. ടീച്ചർ അതിന് ഗുഡ് പറഞ്ഞു, അപ്രീസിയേഷൻ കൊടുത്തു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു, നല്ല പോയമായിരുന്നു, നന്നായിട്ട് റെസിറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഗീവ് ഹിം എ ക്ലാപ്പ്. എല്ലാവരോടും പറയാണ് ക്ലാപ്പ് ചെയ്യാൻ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്ത് അവനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കുട്ടികളോട് പറയുകയാണ്. കുട്ടികളങ്ങനെ ചെയ്തു. ടീച്ചർ വന്നിട്ട് കുട്ടിയോട് പറയുകയാണ്, ഗോ ടു യുവർ സീറ്റ്. നീ ടോണി, യു ഗോ ടു യുവർ സീറ്റ്. നീ നിൻ്റെ സീറ്റിൽ പോയിരിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ഒരു കുട്ടി ലേറ്റായിട്ട് ക്ലാസ്സിലേക്ക് വരുന്നത്, ഫസ്റ്റ് പീരീഡാണ്, കുട്ടി ലേറ്റായിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. മീനു ആണ്. മീനു ചോദിക്കുന്നു, മേ ഐ കം ഇൻ സാർ? ഞാൻ ക്ലാസ്സിലേക്കൊന്ന് എൻ്റർ ചെയ്തോട്ടെ, ഞാൻ ക്ലാസ്സിലേക്ക് കയറിക്കോട്ടെ. മേ ഐ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നൊരു സെൻറ്റൻസാണ്. ആരുടെ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയാലും ഏതെങ്കിലും ഒരു റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മേ ഐ കമിൻ സാറിന് ചോദിക്കാം. യെസ് കമ്മിങ്. മീനു, വൈ ആർ യു ലേറ്റ് ടുഡേ? ടീച്ചർ പറയുകയാണ്, ക്ലാസ്സിലേക്ക് കടന്നു വന്നോളൂ. മീനു, എന്തുകൊണ്ടാണ് ഇന്ന് ലേറ്റ് ആയത്? ക്ലാസ്സിൽ വരാൻ എന്താണ് താമസിച്ചതെന്ന് ചോദിക്കുകയാണ്. മീനു, മൈ മദർ ഈസ് നോട്ട് വെൽ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. ഈസ് നോട്ട് വെൽ, നല്ല സുഖമില്ലായിരുന്നു. വാട്ട് ഹാപ്പൻ ടു യുവർ മദർ? നിൻ്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? മീനു പറയാണ്, ഷീ ഈസ് സഫറിങ് ഫ്രം ഫീവർ. ഷീ ഈസ് സഫറിങ് ഫ്രം ഫീവർ. അമ്മ എന്തിൽ നിന്നാണ് സഫർ ചെയ്യുന്നത്? അതായത് ഫീവറാണ്. അമ്മയ്ക്ക് പനി പിടിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് പനിയായ കാരണം അമ്മയ്ക്ക് എന്നെ ഒരുക്കി വിടാനൊക്കെ താമസം വന്നു, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്നാണ് പറയുന്നത്. ടീച്ചർ, ഓക്കെ, സിറ്റ് ഡൗൺ. ഈ സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും നിത്യജീവിതത്തിൽ വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കുട്ടികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ടീച്ചർ, ഹാവ് യു ഡൺ ഹോംവർക്ക്? ടീച്ചർ കുട്ടികളോട്, നിങ്ങളുടെ ഹോംവർക്കൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നോ? ഇന്നലത്തെ ഹോംവർക്കൊക്കെ ചെയ്തു എന്ന് ചോദിക്കുകയാണ്. സ്റ്റുഡൻസ്, യെസ് സാർ, ഞങ്ങൾ ചെയ്തു. ടീച്ചർ, ലെറ്റ് മീ സീ ഇറ്റ്. എന്നെ ആ നോട്ട്ബുക്ക് നോക്കാനായിട്ട് അനുവദിക്കുന്നു. ലെറ്റ് മീ, എന്നെ അനുവദിക്കൂ. അതായത് ആ നോട്ട്ബുക്ക് എടുക്കൂ, ഞാൻ കാണട്ടെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്നാണ്
പറയുന്നത്. സ്റ്റുഡൻസ് ഹിയർ സാർ, ഹിയർ എന്ന് പറഞ്ഞാൽ ഇന്നാ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ പിള്ളേർ കൊടുക്കുന്നു. ടീച്ചർ അതെല്ലാം കളക്ട് ചെയ്ത് വാങ്ങിക്കുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടി. ടീച്ചർ ഗുഡ്, ഗോ ടു യുവർ സീറ്റ്സ്, നിങ്ങളുടെ സീറ്റിൽ പോയിരുന്നോളാൻ പറയുന്നു. ഇനി നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസത്തെ ക്ലാസ്സാണ്. ടീച്ചർ ടോണി ഹാവിൻറ്റ് യു ഡൺ ഹോംവർക്ക്, നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ? ടോണി നീ ഹോംവർക്ക് ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ടോണി സോറി സാർ, ഐ വാസ് നോട്ട് വെൽ, എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്തില്ല. വാട്ട് ഹാപ്പൻ ടു യു, നിനക്ക് എന്താണ് പറ്റിയത്? ടോണി ഐ ഗോട്ട് എ കോൾഡ് സാർ, എനിക്ക് ഒരു കോൾഡ് പിടിച്ചെന്ന്. നമ്മൾ പറയല്ലോ എനിക്കൊരു ജലദോഷം വന്നതാണ്, എനിക്ക് വയ്യായിരുന്നു, എനിക്ക് ജലദോഷം വന്നതാണ്. അപ്പോൾ ടീച്ചർ ആർ യു ഓക്കെ നൗ, നീ ഇപ്പോൾ ഓക്കെ ആണോ, നിൻ്റെ അസുഖമൊക്കെ മാറിയോ? ടോണി ഐ ആം ഓൾ റൈറ്റ് സാർ, ടോണി പറയുകയാണ് ഞാനിപ്പം സുഖമായിട്ടിരിക്കുന്നു, എനിക്കിപ്പം ഒരു കുഴപ്പവും ഇല്ല. ടീച്ചർ യു ഷുഡ് കംപ്ലീറ്റ് ഹോംവർക്ക് ടുമോറോ, നീ നാളത്തേക്ക് നിൻ്റെ ഹോംവർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കണം. ടോണി ഷുവർ സാർ. ടീച്ചർ സിറ്റ് ഡൗൺ. ടോണി താങ്ക് യു സാർ, ഉറപ്പായിട്ടും ഞാൻ ചെയ്തുകൊണ്ട് വരാമെന്ന് സാറിനോട് ഉറപ്പ് കൊടുക്കുകയാണ് ടോണി. നെക്സ്റ്റ് ഡേയിലെ ക്ലാസ്സാണ് നെക്സ്റ്റ് മോർണിംഗ് ഫസ്റ്റ് പീരീഡ്. ടീച്ചർ ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് സാർ. ആകാശ് മേ ഐ കം ഇൻ സാർ. ക്ലാസ് തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴാണ് ആകാശ് വരുന്നത്, ലേറ്റായിട്ട് വരുവാണ്. മേ ഐ കം ഇൻ സാർ, ഞാൻ ക്ലാസ്സിലേക്ക് വന്നോട്ടെ. ടീച്ചർ യെസ് കം ഇൻ, വന്നോളൂ. വൈ ആർ യു ലേറ്റ് ടുഡേ, നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? സോറി സാർ, ഐ മിസ് മൈ ബസ്. ടീച്ചർ ഓക്കെ സിറ്റ് ഡൗൺ. ഇവിടെ എന്താണ് ഐ മിസ് മൈ ബസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബസ് നഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ബസ് കിട്ടിയില്ല, എനിക്ക് ടൈമിൽ, ഞാൻ ഇന്ന് ടൈമിൽ ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് ബസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ടൈമിൽ സ്കൂളിൽ വരാൻ പറ്റാതെ. മിക്ക കുട്ടികളുടെയും ഒരു എക്സ്ക്യൂസാണത്. ടൈമിൽ ക്ലാസ്സിൽ വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലല്ലേ ഉള്ളൂ ബസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. സ്കൂൾ ബസ് പോലും മിസ്സാക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടും ബേസിക് ആയിട്ടുള്ള സ്മോൾ സെൻറ്റൻസസും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. യു കെ ജിക്ക് വേണ്ടിയുള്ളൊരു ക്ലാസ്, ആ ഒരു ലെവലിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ് എടുത്തേക്കുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസിൻ്റെ പേര്, വെജിറ്റബിൾസിൻ്റെ സ്പെല്ലിംഗ് ഒക്കെയാണ് ക്ലാസ്സിൽ യു കെ ജി ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നത്. EVSൻ്റെ ഒരു പീരീഡാണ്. ടീച്ചർ ടുമോറോ ഐ വിൽ കണ്ടക്ട് എ ഡിക്റ്റേഷൻ, ഞാൻ നാളെ ഒരു ഡിക്റ്റേഷൻ നടക്കും. ടുമോറോ നാളെ, ഐ വിൽ കണ്ടക്റ്റ് ഞാൻ നടത്തും ഒരു ഡിക്റ്റേഷൻ. എന്താണ് ഡിക്റ്റേഷൻ? ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് എഴുതേണ്ട ഒരു വേർഡ്സ് കൊടുക്കാൻ പറ്റി സ്പെല്ലിംഗ് കൂടെ എഴുതേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിക്റ്റേഷൻ. അപ്പം നമ്മൾ എന്താണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടത്? വെജിറ്റബിൾസിൻ്റെ സ്പെല്ലിങ്, ഇന്ന് പഠിച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചുകൊണ്ട് വരണം. അപ്പോൾ നാളെ ഡിക്റ്റേഷൻ ഉണ്ടെന്ന് ടീച്ചർ കുട്ടികളോട് പറയുന്നു. ഷുഡ് സ്റ്റഡി നെയിംസ് ഓഫ് ഓൾ ദീസ് വെജിറ്റബിൾസ്, ഞാൻ തന്നിരിക്കുന്ന ബോർഡിൽ എഴുതി തന്നിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസിൻ്റെയും സ്പെല്ലിങ് പഠിച്ചുകൊണ്ട് വരണമെന്ന് ടീച്ചർ പറയുന്നു. സ്റ്റുഡൻസ് ഓക്കെ സാർന്ന് പറയുന്നു. ക്ലാസ്സിൽ എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ നടന്നിട്ടുണ്ട്, കുട്ടികൾ അവിടെ ബഹളം വെക്കുന്നുണ്ട്. അതിനകത്ത് മീനു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടീച്ചർ ചോദിക്കും വാട്ട് ഹാപ്പൻ ടു യു മീനു, മീനുവിന് എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു യു എന്ന് ചോദിക്കുന്നു. അപ്പോൾ മീനു ടോണി ഹിറ്റ് മീ സാർ. ടോണി ഹിറ്റ് മീ സാർ എന്ന് പറഞ്ഞാൽ ടോണി എന്നെ അടിച്ചു എന്നാണ് അർത്ഥം. എന്നെ അവൻ അടിച്ചു, ടോണി എന്നെ അടിച്ചു. അപ്പോൾ ടോണി പറയാം ഷീ പിഞ്ച്ഡ് മീ സാർ, അതാണ് അവൾ എന്നെ ഷീ പിഞ്ച്ഡ് മീ, അതാണ് എന്നെ നുള്ളി പറിച്ചു. അതായത് നുള്ളിപ്പറിയും അടിയൊക്കെ അവിടെ നടക്കുകയാണ്, പിള്ളേരല്ലേ, കൊച്ചു കുട്ടികളല്ലേ. അപ്പം ടോണിയെ മീനു നുള്ളിപ്പറിച്ചത് കൊണ്ട് ടോണി അവക്കിട്ട് ഒരു അടി കൊടുത്തു. അതിൻ്റെ പ്രശ്നമാണ് അവിടെ. അപ്പോൾ അവർ ടീച്ചറോട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അവരോട് ഇനി അത് ആവർത്തിക്കരുത്, മര്യാദയ്ക്ക് ഇരുന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറയുകയാണ്. അവിടെ അവരെ ഇരുത്തുകയാണ്, ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരുത്തുന്നു. ടീച്ചർ ഓക്കെ ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ, സീ യു ടുമോറോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞ് കുട്ടികളോട് താങ്ക് യു പറഞ്ഞ്, കുട്ടികൾ ടീച്ചറിന് താങ്ക് യു പറഞ്ഞ് ആ ക്ലാസ് അവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി കോൺവെർസേഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.